ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ്, അതുപോലെ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ടേമാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നാൽ നമ്മളൊരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ ടൈപ്പ്, അതുപോലെ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ഇതെല്ലാം കമ്പൈലറിന് പരിചയപ്പെടുത്തലാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇവിടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വോയിഡ് സം ബ്രാക്കറ്റിൽ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി സെമിക്കോളൻ. ഇവിടെ സം എന്നതാണ് ഫംഗ്ഷൻ നെയിം. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ് എന്നും സ്പെസിഫൈ ചെയ്തു. ഇനി ഈ ഫംഗ്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സും അതിൻ്റെ ഡാറ്റ ടൈപ്പും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എ കോമ ബി എന്നീ രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻ്റ് ആണെന്നും നമ്മൾ കമ്പൈലറിന് സ്പെസിഫൈ ചെയ്യുന്നു. ഇതാണ് ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അടുത്തതായി ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് എന്താണ് എന്ന് നമുക്കറിയാം. ദി വാല്യൂസ് വിച്ച് ആർ പാസ്ഡ് ഇൻ ടു എ ഫംഗ്ഷൻ, അല്ലേ? ദി ആർഗ്യുമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇസ് കോൾഡ് ഫോർമൽ പാരാമീറ്റർ ആൻഡ് ദോസ് പ്രസൻറ്റ് ഇൻ ഫംഗ്ഷൻ കോൾ ഇസ് കോൾഡ് ആക്ച്വൽ പാരാമീറ്റർ. ഇവിടെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, വോയിഡ് അഡീഷൻ ബ്രാക്കറ്റിൽ ഇൻറ്റ് എക്സ് കോമ ഇൻറ്റു വൈ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? എക്സ് ആൻഡ് വൈ, അല്ലേ? ദിസ് ഈസ് നോൺ ആസ് ഫോർമൽ പാരാമീറ്റർ. ഇനി ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ദെൻ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താ കൊടുത്തിരിക്കുന്നത്? അഡീഷൻ 2,3 സെമിക്കോളൻ. ഇതാണ് ഫംഗ്ഷൻ കോൾ. നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫംഗ്ഷൻ കോളാണ്. അഡീഷൻ എന്ന ഫംഗ്ഷനെ വിളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നേരെ പ്രോഗ്രാം കൺട്രോൾ ഈ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ കൂടെ ആക്ച്വൽ പാരാമീറ്റേഴ്സായ 2 and 3 കൂടെ കൊണ്ടുപോകും. എന്നിട്ട് 2 എന്ന വാല്യൂ എക്സിനും 3 എന്ന വാല്യൂ വൈക്കും കൊടുക്കും. ഇതാണ് ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇത് ഒന്നുകൂടി എളുപ്പത്തിൽ ഓർക്കാൻ ഒരു ബോൾ എറിയുന്നതിനോട് നമുക്ക് സങ്കല്പിക്കാം. ഒരാൾ ഒരു ബോൾ എറിയുന്നു. ആ എറിയുന്ന ആൾ ആക്ച്വൽ പാരാമീറ്റർ, അത് പിടിക്കുന്ന ആൾ ഫോർമൽ പാരാമീറ്റർ എന്ന് ഓർക്കുക. ഇവിടെ നോക്കൂ, 2,3 എന്ന വാല്യൂവിനെ നമ്മൾ എറിയുന്നു. സോ ഇറ്റ് ഈസ് ആക്ച്വൽ പാരാമീറ്റർ. എക്സ് ആൻഡ് വൈ അതിനെ പിടിക്കുന്നു. സോ ഇറ്റ് ഈസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പാസിംഗ് ആർഗ്യുമെൻറ്റ്സ് ടു എ ഫംഗ്ഷൻ. ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ നമുക്ക് ഫംഗ്ഷൻ കോളിങ്ങിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ കോൾ ബൈ വാല്യൂ മെത്തേഡ്, സെക്കൻഡ് വൺ കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. ഫസ്റ്റ് വൺ ഈസ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. നമ്മൾ മുമ്പുള്ള എക്സാമ്പിളിൽ ഫംഗ്ഷൻ കോളിൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നത് കണ്ടു, അല്ലേ? കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പിയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്ററിലേക്ക് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോർമൽ പാരാമീറ്ററിൽ നമ്മൾ വരുത്തുന്ന ഒരു ചേഞ്ചും ആക്ച്വൽ പാരാമീറ്ററിനെ ബാധിക്കുന്നേ ഇല്ല. കോൾ ബൈ വാല്യൂ മെത്തേഡ് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. സ്വാപ്പിംഗ് 2 വാല്യൂസ് യൂസിങ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ്റർചേഞ്ചിങ്, അല്ലേ? ഇവിടെ ഇനീഷ്യലി A = 10, B = 50 ആണ്. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ ബിയിലേക്കും ബീൻ്റെ വാല്യൂ എയിലേക്കും കൊടുക്കും. അപ്പോൾ സ്വാപ്പിങ്ങിന് ശേഷം A = 50യും B = 10ഉം ആവും. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. ആദ്യം തന്നെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പാണ് കാണുന്നത്. വോയിഡ് സ്വാപ്പ് ബ്രാക്കറ്റിൽ ഇൻറ്റ് കോമ ഇൻറ്റ് സെമിക്കോളൻ. ദെൻ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ 2 വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. A = 10 എന്നും B = 50 എന്നും. നെക്സ്റ്റ് ഫംഗ്ഷൻ കോളാണ് സ്വാപ്പ് A, B സെമിക്കോളൻ. ഇപ്പോൾ പ്രോഗ്രാം കൺട്രോൾ ഫംഗ്ഷനിലാണുള്ളത്. വോയിഡ് സ്വാപ്പ് ബ്രാക്കറ്റിൽ ഇൻറ്റ് എക്സ് കോമ ഇൻറ്റു വൈ. എയിലുള്ള 10 എന്ന വാല്യൂവിൻ്റെ ഒരു കോപ്പി എക്സിലും ബിയുടെ 50 എന്ന വാല്യൂവിൻ്റെ ഒരു കോപ്പി വൈയിലും വെച്ചു. ഇനി ഇവിടെ ടി എന്ന ഒരു ടെമ്പററി വേരിയബിൾ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് സ്വാപ്പിങ്ങിന് വേണ്ടി. ഫസ്റ്റ് T = x, എക്സിലുള്ള 10 എന്ന വാല്യൂ ടിയിലേക്ക് വെച്ചു. നെക്സ്റ്റ് x = y, എക്സിലുള്ള വാല്യൂ ടിയിലേക്ക് കൊടുത്തപ്പോൾ എക്സ് കാലിയായി. അപ്പോൾ വൈയിലുള്ള 50യെ എക്സിലേക്ക് വെച്ചു. ഇപ്പോൾ വൈയിൽ വാല്യൂ ഒന്നുമില്ല. സോ y = t, ടിയിലുള്ള എക്സിൻ്റെ 10 എന്ന വാല്യൂ വൈയിലേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് കിട്ടി.
എക്സിൽ 50-ഉം വൈയിൽ 10-ഉം. അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്. ഇതാണ് സ്വാപ്പിംഗ് വാല്യൂസ് യൂസിങ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. അടുത്തത് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ റെഫറൻസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും ഒരേ മെമ്മറി ലൊക്കേഷനാണ് ഷെയർ ചെയ്യുന്നത്. ഈ മെമ്മറി അഡ്രസ്സാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ വരുത്തുന്ന ഏതൊരു ചേഞ്ചും ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെയും ബാധിക്കും. റെഫറൻസ് മെത്തേഡിൽ ഫോർമൽ ആർഗ്യുമെൻറ്റിൻ്റെ കൂടെ നമ്മളൊരു ആംപർസൻഡ് സൈൻ കൂടി ഉണ്ടാവും. നേരത്തെ ചെയ്ത അതേ എക്സാമ്പിൾ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് വെച്ചിട്ട് നോക്കാം. നേരത്തെ കണ്ട പോലെ ഫസ്റ്റിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് വോയിഡ് സ്വാപ്പ് ബ്രാക്കറ്റിലെ ഇൻറ്റ് ആംപർസൻഡ് എക്സ് കോമ ഇൻറ്റ് ആംപർസൻഡ് വൈ കോൾ ബൈ റെഫറൻസ് ആണെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ദെൻ എയ്ക്കും ബിക്കും വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നു. എ ഈക്വൽ ടു 10 ആൻഡ് ബി ഈക്വൽ ടു 50. നെക്സ്റ്റ് ഫംഗ്ഷൻ കോളാണ് സ്വാപ്പ് ബ്രാക്കറ്റിലെ ആംപർസൻഡ് എ കോമ ആംപർസൻഡ് ബി സെമിക്കോളൻ. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കോളിൽ പാസ് ചെയ്യുന്നത് എയുടെയും ബിയുടെയും മെമ്മറി അഡ്രസ്സാണ്. ഇനി ഫംഗ്ഷൻ ഡെഫിനിഷൻ നോക്കൂ. വോയിഡ് സ്വാപ്പ് ബ്രാക്കറ്റിൽ ഇൻറ്റ് ആംപർസൻഡ് എക്സ് കോമ ഇൻറ്റ് ആംപർസൻഡ് വൈ. ഇനി എക്സിൻ്റെ മെമ്മറി അഡ്രസ്സിൽ എന്താണ് വയ്ക്കുന്നത്? എയുടെ മെമ്മറി അഡ്രസ്സിലുള്ള വാല്യൂ, അതായത് 10. അതുപോലെ വൈയുടെ മെമ്മറിയിൽ ബിയുടെ മെമ്മറി അഡ്രസ്സിലുള്ള വാല്യൂ 50, അതാണ് വയ്ക്കുന്നത്. ഇനി നേരത്തെ ചെയ്ത അതേപോലെ എക്സിലുള്ള വാല്യൂ 10 ടിയിലേക്ക് വെച്ചു. അപ്പോൾ എക്സ് വേക്കൻ്റ് ആണ്. സോ വൈയിലുള്ള വാല്യൂവിനെ എക്സിലേക്ക് വെച്ചു. എന്നിട്ട് വൈയിലേക്ക് ടിയിലുള്ള വാല്യൂ 10ഉം വെച്ചു. അപ്പോൾ എക്സിൽ 50യും വൈയിൽ 10ഉം കിട്ടി. കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ് ഇൻ കോൾ ബൈ വാല്യൂ മെത്തേഡ്. അതേസമയം കോൾ ബൈ റെഫറൻസിൽ reference variables are used as formal parameters. Second one, in call by value method, actual parameters can be a constant, but in call by reference method, actual parameters will be variables. Third one, in call by value method, changes made to formal arguments do not reflect actual arguments, but in reference method, changes made in formal arguments do reflect actual arguments. Last one, in call by value method, actual argument and formal arguments are stored in different memory locations. But in reference method, actual and formal arguments are stored in same memory location. ഇതാണ് call by value and call by reference method തമ്മിലുള്ള വ്യത്യാസങ്ങൾ. Next is scope of variables and functions. സ്കോപ്പ് ഓഫ് എ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ ഒരു വേരിയബിളിനെ എവിടെയൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആക്സസ് ചെയ്യാം എന്നതാണ്. അപ്പോൾ ഒരു വേരിയബിളിൻ്റെ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ സ്കോപ്പിനെ ബേസ് ചെയ്ത് അതിനെ രണ്ടായിട്ട് തിരിക്കാം, ലോക്കൽ വേരിയബിൾ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ എന്ന്. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്ഥലത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയ വേരിയബിൾസ്. ആ ബ്ലോക്കിന് പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ പുറത്ത് ആ വേരിയബിളിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഗ്ലോബൽ വേരിയബിൾസ് ഒരു ഫംഗ്ഷൻ്റെ പുറത്താണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് ആക്സസിബിൾ ടു ഓൾ ഫങ്ഷൻസ്. ആ പ്രോഗ്രാമിൽ എവിടെയും ആ വേരിയബിളിനെ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ലോക്കൽ ആൻഡ് ഗ്ലോബൽ ഫങ്ഷൻസും ഉണ്ട്. ലോക്കൽ ഫങ്ഷൻ എന്നാൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ. അതേസമയം ഗ്ലോബൽ ഫംഗ്ഷൻ ഫംഗ്ഷൻ ബോഡിയുടെ പുറത്തായിരിക്കും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഫംഗ്ഷൻ എൻറ്റയർ പ്രോഗ്രാമിൽ നമുക്ക് ആക്സസ് ചെയ്യാം. അതേസമയം ലോക്കൽ ഫംഗ്ഷൻ്റെ സ്കോപ്പ് എന്നത് വിത്തിൻ ദി ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതോടെ നമ്മൾ ഫംഗ്ഷൻ എന്ന 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. സോ സീ യു നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ ചാപ്റ്റർ. താങ്ക് യു.